ഹലോ നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, വെൽത്ത് മാസ്റ്ററി മെന്റർ. എങ്ങനെയാണ് നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളുടെ ബാങ്ക് ബാലൻസിനെ അഫക്റ്റ് ചെയ്യുന്നത്? നിങ്ങളുടെ ഫിനാൻഷ്യൽ സക്സസ് എന്ന് പറയുന്നത് 80% മൈൻഡ് സെറ്റും 20% സ്ട്രാറ്റജിയുമാണെന്ന് ഞാൻ പറയും. അതെങ്ങനെ പ്രൂവ് ചെയ്യാൻ നോക്കാം. ഒരാള് 5 ലക്ഷം രൂപ മാസം വരുമാനം നേടുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കും. അദ്ദേഹത്തിന് പക്ഷേ വളരെയധികം ഫിനാൻഷ്യൽ സ്ട്രഗിൾ അനുഭവിക്കുന്നതും എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. കാരണം അവർക്ക് കിട്ടുന്ന മണി അവർ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അവർക്ക് അറിയില്ല. അതേസമയം തന്നെ 50,000 രൂപ മാസ വരുമാനം നേടുന്ന ഒരു വ്യക്തിയെ എനിക്കറിയാം. അദ്ദേഹം യാതൊരുവിധ വറിയും കൂടാതെ ഫിനാൻഷ്യലി ഫ്രീ ആയി തന്നെ അദ്ദേഹം ജീവിക്കുന്നു. അതെങ്ങനെ സാധിക്കുന്നു? അത് അദ്ദേഹത്തിന് നല്ല രീതിയിൽ ഒരു മണി ഹാബിറ്റ് ഉള്ളത് കൊണ്ടാണ്. കാരണം പല ആളുകളും കിട്ടുന്നത് മുഴുവൻ എക്സ്പെൻസ് ആക്കിക്കൊണ്ട്, അതായത് സേവിങ്സ് ഫോർമുല ഒരിക്കലും കീപ്പ് ചെയ്യുന്നില്ല എന്നർത്ഥം. അവർ കിട്ടുന്നതെല്ലാം എക്സ്പെൻസ് ചെയ്ത് അതിൽ വല്ല മിച്ചം ഉണ്ടെങ്കിൽ സേവ് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നവരാണ്. അതേസമയം ചില ആളുകൾ വളരെ കുറഞ്ഞേ കിട്ടുന്നുള്ളെങ്കിലും അതിനെ അവർ ആ സേവിങ് ഫോർമുല ഉപയോഗിച്ച് കിട്ടുന്നതിൽ നിന്ന് ഒരു പോർഷൻ സേവ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് മാത്രമാണ് മറ്റ് ചെലവുകൾക്ക് ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് ജീവിതത്തിൽ ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഇല്ലാതെ വളരെ ഫ്രീ ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. കാരണം അവർക്ക് മണി മാനേജ് ചെയ്യാൻ അറിയാം. അപ്പോൾ എത്ര തുക കിട്ടുന്നു എന്നതിലല്ല കാര്യം, നമ്മളത് എങ്ങനെ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഏത് ചെറിയ തുകയും വലിയൊരു എമൗണ്ട് ആക്കി സേവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അതേസമയം എത്ര വലിയ തുക കിട്ടിയാലും നമ്മുടെ മൈൻഡ് സെറ്റ് കറക്റ്റ് അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ സേവിങ്സ് ഹാബിറ്റ് കറക്റ്റ് അല്ലെങ്കിൽ നമുക്കതുകൊണ്ട് യാതൊരുവിധ പ്രയോജനവും ഉണ്ടാവുകയില്ല. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യുക. അതായത് സ്കാർസിറ്റി മൈൻഡ് സെറ്റിൽ നിന്ന് നമ്മൾ അബൻഡൻസ് മൈൻഡ് സെറ്റിലേക്ക് മാറുക എന്നുള്ളതാണ്. പല ആളുകളും എന്ത് കിട്ടിയാലും മതിയാവില്ല അല്ലേ? എത്ര തുക കിട്ടിയാലും ഇത് ഞാൻ എങ്ങനെ അഫോർഡ് ചെയ്യും? ഒരു കാര്യം വാങ്ങാൻ, അത് അത്യാവശ്യമുള്ള കാര്യമാണെങ്കിൽ പോലും അത് എടുക്കണമെങ്കിൽ ഈ എത്രയും എമൗണ്ട് ഞാൻ എങ്ങനെ അഫോർഡ് ചെയ്യുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ എങ്ങനെ എനിക്കിത് അഫോർഡ് ചെയ്യാൻ സാധിക്കും എന്നല്ല ഉദ്ദേശിക്കുന്നത്, എനിക്ക് സാധിക്കില്ല എന്നാണ് പല ആളുകളും ചിന്തിക്കുന്നത്. അതേസമയം എനിക്ക് സാധിക്കും എന്ന് ചിന്തിച്ചാൽ നമുക്ക് അതിനുള്ള രീതിയിലേക്ക് അത് മാറാനായിട്ട് സാധിക്കുകയും ചെയ്യും. നമ്മുടെ വെൽത്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ നിങ്ങളുടെ മൈൻഡ് സെറ്റ്, ഏത് മൈൻഡ് സെറ്റ് നിങ്ങൾ ചേഞ്ച് ചെയ്തപ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായതെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ. ബൈ.